ഹലോ, പിപ്പീസ് വ്ലോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വൈപ്പിൻകരയിലെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള ചെറായിപ്പൂരം. ആ ചെറായിപ്പൂരത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു കാവടി ഘോഷയാത്രയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വടക്കേ ചേരുവാരം, അതായത് ചെറായിയുടെ വടക്കൻ ഭാഗത്തുള്ള വടക്കേ ചേരുവാരം ഒരുക്കുന്ന ഒരു ഗംഭീര കാവടി ഘോഷയാത്രയാണ് നിങ്ങൾ പിപ്പീസ് വ്ലോഗിലൂടെ കാണുന്നത്. കാവടി തുടങ്ങുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 3 കിലോമീറ്റർ താഴെ ദൈർഘ്യമുണ്ട് നമ്മുടെ യാത്രക്ക്, കാവടി ഘോഷയാത്രയ്ക്ക്. എന്തായാലും ഒരു കിഡിലൻ വെറൈറ്റി കാവടി വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പകൽ ഏകദേശം വൈകിട്ട് 5 മണിക്കാണ് കാവടി ഘോഷയാത്ര തുടങ്ങുന്നത്. ഒരുപാട് വർണ്ണ കാഴ്ചകൾ ഒരുക്കി, ഒരുപാട് വിസ്മയ കാഴ്ചകൾ ഒരുക്കിയാണ് കാവടി കടന്നുപോയത്. നിലക്കാവടികൾ, പൂക്കാവടികൾ, അങ്ങനെ മനോഹരമായ കാവടികൾ നമ്മളെ ഒരുപാട് ആവേശത്തിലാക്കി എന്നുള്ളതാണ്. കാഴ്ചകൾ പകൽ സമയങ്ങളിൽ കാണുന്ന കാഴ്ചയല്ല ഈ കാവടി രാത്രി സമയങ്ങളിൽ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പകൽ സമയത്തെ കാഴ്ചകളും രാത്രി സമയത്തെ കാഴ്ചകളും ഈ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമായ കാവടി ഘോഷയാത്രയുടെ ചുവടുവെപ്പുകളും അതോടൊപ്പം തന്നെ അതിഗംഭീരമായിട്ടുള്ള ചെണ്ടമേളവും ഈ കാവടിയുടെ എടുത്തു പറയുന്ന ഒരു പ്രത്യേകതയാണ്. കാരണം നമുക്ക് അത്ഭുതം നിറഞ്ഞ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ചെണ്ടമേളങ്ങൾ നമ്മൾ ഈ കാവടിയിൽ ഉടനീളം കണ്ടു എന്നുള്ളതാണ്. എന്തായാലും തുടക്കം ഇത്ര ആളുകളാണെങ്കിൽ ഇതിൻ്റെ ഒടുക്കം എന്തായിരുന്നു ജനം എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏകദേശം 1.5 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ജനം തടിച്ചുകൂടി വൈപ്പിൻകര റോഡിന് നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്.
ഈ മനോഹരമായ കാഴ്ചകൾ കാണാൻ ചെറായി നിവാസികളായിട്ടുള്ളവർ മാത്രമല്ല, ജില്ലയുടെ പല ഭാഗത്തുനിന്നും, അതേപോലെ തന്നെ ഇവിടെ നിന്നും വിവാഹം കഴിച്ചു കൊടുത്തവരുടെ മക്കൾ, ബന്ധുക്കൾ, അങ്ങനെ നിരവധി പേരാണ് ഇവിടെ ഈ കാവടി ഘോഷയാത്ര കാണുവാൻ എത്തിച്ചേരുന്നത്. എന്തായാലും വർണ്ണാഭമായ ഈ കാവടി ഘോഷയാത്ര നടന്ന് നീങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച വിസ്മയമൊരുക്കി കളർഫുള്ളായിട്ടുള്ള കാവടി ഘോഷയാത്ര നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അവർ അതിനെ ആ വടക്കേ ചേരുവാരം അതിനെ തയ്യാറാക്കി എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് ഓരോ വർഷം ചെല്ലുന്തോറും വടക്കേ ചേരുവാരം നടത്തുന്ന കാവടി ഘോഷയാത്ര അടിക്കടി ഓരോ വർഷവും മികച്ചതാക്കാനുള്ള ശ്രമത്തിലാണ് അവർ ഇതൊരുക്കി വെച്ചത്.
ഇപ്പൊ വെള്ളമൊക്കെ കുടിക്കാനല്ലേ? എല്ലാവരും കുടിച്ചോ? ഇതൊക്കെ എടുക്കുന്നുണ്ട്. വെള്ളത്തിന് ആളിലൊക്കെ വന്നോ? വെള്ളം കുടിക്കാനൊക്കെ ആളിലെത്തിയോ? ഇവരൊക്കെ കുടിച്ചിട്ട് ഒഴുക്കി നിർത്തി ഒഴിക്കണ. ഹലോ, ഹായ്. വെള്ളമൊക്കെ കുടിച്ചാ? ഇഷ്ടപ്പെട്ടാ? നല്ല മധുരം ഉണ്ടാ? വേണ്ടല്ലേ? ഇവൻ കുടിച്ചാ? കാറ് പിടിച്ചേക്കുന്ന ആള് കുടിച്ചാ? ഇയാൾക്ക് കൊടുത്തില്ലേ? കുടിച്ചാ? കളമുണ്ടായില്ല. ഈ കാവടി ഘോഷയാത്രയോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ദാഹജലം വിതരണം ചെയ്തുകൊണ്ട് സ്റ്റാർ ലൈനിൻ്റെ ഭാരവാഹികൾ ഇവിടെ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇതുവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടറി വിഷ്ണു, അതേപോലെ തന്നെ അതിലെ ഭാരവാഹികളെല്ലാം തന്നെ ദാഹജലം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് ജ്യൂസ്, മാംഗോ ജ്യൂസ്, പേരക്ക ജ്യൂസ്, അതേപോലെ തന്നെ മുന്തിരി ജ്യൂസ് ഉൾപ്പെടെയുള്ള ജ്യൂസുകളാണ് അസോസിയേഷൻ ഇവിടെ കൊടുത്തിരുന്നത്. സെക്രട്ടറി ഒരു ഗ്ലാസ് വെള്ളം എടുത്തോളൂ. ദാഹജലം. ഇതൊക്കെ നമ്മുടെ അസോസിയേഷൻ്റെ ഭാരവാഹികളാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഇത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നമ്മൾ ദാഹജലം കുടിക്കണം. അപ്പം ഞാനൊന്ന് കഴിക്കട്ടെ. ജയവചന അടിപൊളിയാണ്. അടിപൊളിയാണ്. സൂപ്പറാണ്. എനിക്ക് മാംഗോ ജ്യൂസ് കൊടുക്കും. മാംഗോ അടിപൊളി കേട്ടോ. പൾപ്പല്ലേ? പൾപ്പിന് ഭയങ്കര പൈസ അല്ലേ? വെള്ളം കുടിക്കട്ടാ? വെള്ളം കുടി. എല്ലാവരും കുടിക്കട്ടാ വെള്ളം കുടി. കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീട്ടിലോ മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ട്. ആ മ്യൂസിക് ഗ്രൂപ്പിൻ്റെ കാവടി വരാനായിട്ടില്ല. പുതിയത് നല്ലതായിട്ടാ. ഏതാണ്? നമ്മൾ വന്നിട്ടില്ല ഒരു ആൽബം. പക്ഷേ ഒരു ഇതുവരെ കണ്ട കാഴ്ചകളല്ല. സമയം സന്ധ്യയായി. ഇനി വരുന്ന കാഴ്ചകൾ അതിമനോഹരമായിരിക്കും. പകൽ കാഴ്ചയിൽ നമ്മൾ കാവടി കണ്ടു എങ്കിൽ ആ കാവടി തന്നെ രാത്രി കാഴ്ചയിൽ നമ്മൾ കാണുമ്പോൾ അതെങ്ങനെ ഇരിക്കും? കാരണം മനോഹരമായ ലൈറ്റുകൾ, LED ലൈറ്റുകൾ കണക്ട് ചെയ്തുകൊണ്ടാണ് കാവടി അവർ ഒരുക്കിയിരിക്കുന്നത്. നിലക്കാവടി, പൂക്കാവടി, അങ്ങനെ വിവിധ തരം കാവടികൾ ഒരുക്കിയിരിക്കുന്നത് കളർഫുൾ LED ലൈറ്റുകളിലൂടെയാണ്. ആ കളർ രാത്രി സമയങ്ങളിൽ ആ കളർ മനോഹരമായൊരു കാഴ്ച തന്നെ നമുക്ക് തരുന്നതായിരിക്കും.
അങ്ങനെ സന്ധ്യയായ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കരുത്തല പാലത്തിൻ്റെ അപ്രോച്ച് റോഡിനോട് സമീപമായിട്ട് ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, പഴയ കെട്ടിടം. ആ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരുപാട് പേര് വന്ന് എന്താ പറയുന്ന കാവടി തടസ്സമില്ലാണ്ട് കാണാൻ, നല്ല ഒരു വ്യൂ കിട്ടാൻ വേണ്ടി അവർ മനോഹരമായ കാഴ്ചകൾ കാണുവാൻ വേണ്ടിയും അവർ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ഇരിപ്പുറപ്പിച്ചു എന്നുള്ളതാണ്. കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകളിലൂടെ വരുന്ന കാവടി ഘോഷയാത്ര ആരെയും അത്ഭുതപ്പെടുത്തുന്നതും ആരെയും ഇഷ്ടപ്പെടുത്തുന്നതുമായ കാഴ്ചകളാണ്. നമ്മൾ പകൽ കണ്ട സമയത്തുള്ള ഒരു വ്യൂ അല്ല ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു വ്യൂ. എന്തായാലും മൊബൈൽ ക്യാമറയിലൂടെ പകർത്താൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഈ കാവടി ഘോഷയാത്രയോടൊപ്പം സഞ്ചരിക്കുകയും കാഴ്ചകൾ കാണുകയും അതേപോലെ കെട്ടിടത്തിൻ്റെ മുകളിലിരുന്ന് കാണുകയും റോഡിൻ്റെ ഇരുവശങ്ങളിൽ നിന്ന് കാണുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം നിരവധിയാണ്. ഒരുപാട് തിരക്കേറിയ. കാവടി ഘോഷയാത്ര കടന്നുപോയി അവസാന നിമിഷത്തിൽ നമ്മുടെ സ്റ്റാർലൈൻ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഭാരവാഹികൾ വിതരണം ചെയ്തുകൊണ്ടിരുന്ന ദാഹജലവും ഏകദേശം തീർന്നു എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിൽ വളരെ കുറച്ച് ഗ്ലാസ്സുകളിൽ മാത്രമേ ദാഹജലം ഉണ്ടായിരുന്നുള്ളൂ. കാരണം മാക്സിമം ആളുകൾ, ഏകദേശം 2000 മേലെ ആളുകൾ ദാഹജലം കഴിച്ചു എന്നുള്ളതാണ് ഭാരവാഹികൾ പറഞ്ഞത്. എന്തായാലും ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഈ ദാഹജല വിതരണം ചെയ്ത സംഘടനയുടെ
അസോസിയേഷൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.